ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രം ദ്രവ്യകലശവും കൊടിയേറ്റ് മഹോത്സവവും ഏപ്രിൽ 2 മുതൽ 11 വരെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവ ചടങ്ങുകൾക്ക് പുറമെ സാംസ്കാരിക സമ്മേളനം, ഭജൻ സന്ധ്യ, പ്രാദേശിക കലാപരിപാടികൾ, തായമ്പക തുടങ്ങിയവയും ഉണ്ടാകും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ ഭുവനദാസൻ വാഴുന്നവർ, സെക്രട്ടറി കെ സി നാരായണൻ, ഭാരവാഹികളായ എം പ്രതാപൻ, ഹരീന്ദ്രൻ പുതുശ്ശേരി, സുരേഷ് ബാബു, എം രഘു, സതീശൻ മാവില എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കീഴൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2026 വർഷത്തെ ഉത്സവ പരിപാടികൾ വിവിധ പരിപാടികളോടുകൂടി ഏപ്രിൽ 2 മുതൽ ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം വിശിഷ്ടമായ ദ്രവ്യകലശത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഉത്സവത്തിൻ്റെ സാധാരണ വർഷങ്ങളിലുള്ള ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ ഏപ്രിൽ 4 മുതൽ 11 വരെയാണ്. ദ്രവ്യകലശം കൂടി ഉള്ളതുകൊണ്ട് ഈ വർഷം 2 തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. ദ്രവ്യകലശം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ക്ഷേത്രത്തിൽ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം ദേവചൈതന്യത്തിന് ലോപം വരാൻ സാധ്യതയുണ്ട്. ഇത് നികത്തിക്കൊണ്ട് പൂർവാധികം ചൈതന്യവത്താക്കി വിഗ്രഹത്തെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ദ്രവ്യകലശം ആടുന്നത്. വിശിഷ്ടങ്ങളായ ധാതുക്കളും ദ്രവ്യങ്ങളും സർവ്വദേവതാ സാന്നിധ്യമുള്ള ജലത്തിൽ കുംഭങ്ങളിൽ നിറച്ച് മന്ത്രപൂരിതമാക്കി അഭിഷേകം ചെയ്യുന്ന കർമ്മമാണ് ദ്രവ്യകലശം. 3-ാം തീയതി ദ്രവ്യകലശ പൂജ നടക്കുകയും 4-ാം തീയതി ദ്രവ്യകലശത്തിൻ്റെ അഭിഷേകം നടക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി 4-ാം തീയതി വൈകുന്നേരം കൊടിയേറ്റം ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ആരംഭം. 4-ാം തീയതി വൈകിട്ട് 3-ാം തീയതി വൈകുന്നേരം കലവറ നിറക്കലോടുകൂടി പൊതുജനങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നതായി കാണാം. 4-ാം തീയതി അഭിഷേകം കഴിഞ്ഞ് രാവിലത്തെ പൂജ കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് വൈകുന്നേരം കൊടിയേറ്റ് കഴിഞ്ഞ് രാത്രി 9 മണിക്ക് ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. സമ്മേളനത്തിൽ ശ്രീ ബ്രഹ്മശ്രീ ഹരീഷൻ നമ്പൂതിരി ആലച്ചേരി അദ്ദേഹമാണ് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത്. ഈ പ്രഭാഷണം അതിന് ക്ഷേത്രത്തിലെ നടരാജ മണ്ഡപമാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്. 4-ാം തീയതി കൊടിയേറ്റ് കഴിഞ്ഞ് വിശേഷ വഴിപാടായിട്ട് ഒരു കൊടിയേറ്റ പായസമുണ്ട്. അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ്. പിന്നെ 5-ാം തീയതി മുതൽ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഉത്സവ ചടങ്ങുകൾ രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഉഷപൂജ കഴിഞ്ഞ് നവകം പൂജയും നവക അഭിഷേകവും അതോടുകൂടി തന്നെ ഉത്സവത്തിൻ്റെ പ്രത്യേക പരിപാടിയായ മുള പൂജയും നടക്കുന്നതാണ്. വിവിധ ധാന്യങ്ങൾ ഇരുട്ടുമുറിയിൽ പ്രത്യേക കുംഭങ്ങളിൽ നിറച്ചും കൊണ്ട് ആണ് ഈ മുളയിടൽ നടക്കുക. അത് ഉത്സവത്തിൻ്റെ അവസാന ദിവസം പ്രത്യേകിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതുമായിരിക്കും. 5-ാം തീയതി ഉത്സവ ചടങ്ങുകൾ കൂടാതെ രാവിലെ 11 മണിയൊക്കെ ഒരു മാതൃസംഗമം നടക്കുന്നതാണ്. സംഗമത്തിൽ സ്വാഗതം പറയുന്നത് മാതൃസംഗമം സെക്രട്ടറി ആയിരിക്കുന്ന കെ ഇ കമലകുമാരി ടീച്ചറും അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡൻ്റായ പൽമാക്ഷി അമ്മയുമാണ്. അന്ന് ശ്രീമതി കെ വി മീര ടീച്ചറാണ് പ്രഭാഷണം നടത്തുന്നത്. അത് കഴിഞ്ഞ് 9 മണിക്ക് പ്രത്യേക പരിപാടിയായി ഒരു ദേവഗീതം ഭജൻസ് ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ഭജൻ സന്ധ്യ ഉണ്ടായിരിക്കും. 6-ാം തീയതി രാവിലെ നട തുറന്ന് ഉത്സവ ചടങ്ങുകൾ, അതോടുകൂടി വൈകുന്നേരം ദീപാരാധനയും മേളപ്രദക്ഷിണവും തിടമ്പ് നൃത്തവും 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. തുടർന്ന് തായമ്പകയും പ്രാദേശിക കുട്ടികളുടെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രാദേശിക പരിപാടികളും അന്ന് അരങ്ങേറുന്നതാണ്. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച സാധാരണയായി ഉത്സവം നമ്മുടെ 9-ാം തീയതിയാണ് ഉത്സവ ബലി എന്ന വിശിഷ്ടമായ പരിപാടി നടക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 9-ാം തീയതി നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഒരുപാട് ആചാര്യന്മാർക്ക് പൊതു തിരഞ്ഞെടുപ്പിനുള്ള ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ഉത്സവ ബലി എന്നുള്ള വിശേഷ കർമ്മം 7-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ 7-ാം തീയതി രാവിലെ 7:30 മുതൽ ഉത്സവ ബലി നടക്കുന്നതാണ്. ഉത്സവ ബലി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള എല്ലാ ദ്വാരപാലകന്മാർക്കും ബലിക്കലിലുള്ള എല്ലാ ഈശ്വരന്മാർക്കും ബലി തൂകുന്നതാണ്. അത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ കണ്ടും കൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക കർമ്മമാണ് ഉത്സവ ബലി. അന്ന് പ്രത്യേക പൊതുപരിപാടി എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഫ്യൂഷൻ അവതരിപ്പിക്കുന്നൊരു ഗാനമേളയാണ്. അത് ബിഗ് ബാൻഡ് കാലിക്കറ്റ് അവരാണ് അവതരിപ്പിക്കുന്നത്.